മനോജ് കെ.യു. എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. പക്ഷേ അർജുൻ അശോകൻ്റെ സ്ഥിരം അച്ഛൻ റോൾ ചെയ്യുന്നയാൾ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും മനസ്സിലാവും. അതെ, പ്രണയവിലാസത്തിലെയും സുമതി വളവിലെയുമൊക്കെ അർജുൻ അശോകൻ്റെ അച്ഛനായി വന്നിട്ടുള്ള അതേ ആൾ തന്നെ. ശരിക്കും മലയാളത്തിലെ പുതിയ അച്ഛൻ സ്റ്റാർ എന്ന് വേണമെങ്കിൽ അദ്ദേഹത്തിനെ വിളിക്കാം. എല്ലാ പടത്തിലും പേരുകൾ മാറുന്നതൊഴിച്ചാൽ, പിന്നെ മതവും മാറുന്നതൊഴിച്ചാൽ അദ്ദേഹത്തിൻ്റെ റോളിനങ്ങനെ കാര്യമായിട്ടുള്ള മാറ്റമൊന്നും കാണാൻ പറ്റില്ല. തിങ്കളാഴ്ച നിശ്ചയത്തിലൂടെയാണ് അദ്ദേഹം ശ്രദ്ധിക്കപ്പെടുന്നത്. പടം പുരസ്കാരങ്ങൾ വാരിക്കൂട്ടി. പക്ഷേ മനോജ് കെ.യു. എന്ന നടന് പിന്നീടും കിട്ടിയത് ഒരേപോലെയുള്ള റോളുകളാണ് മിക്കവാറും സിനിമകളിൽ. പകലും പാതിരാവിലും രജിഷ വിജയന്റെ അച്ഛൻ, കണ്ണൂർ സ്ക്വാഡിൽ കൊലപാതകിയായിട്ടുള്ള അച്ഛൻ, ആനന്ദ് ശ്രീബാലയിലെ മകളെ നഷ്ടപ്പെട്ട അച്ഛൻ, പ്രണയവിലാസത്തിലും സുമതി വളവിലുമൊക്കെ അർജുൻ അശോകന്റെ അച്ഛൻ റോൾ, അതുപോലെ തന്നെ ജേണി ഓഫ് 18+ലെ തറവാടിയും കർക്കശക്കാരനുമൊക്കെ ആയിട്ടുള്ള നായികയുടെ അച്ഛൻ റോൾ തുടങ്ങി ഇദ്ദേഹം ചെയ്തു വെച്ചവയിൽ ഭൂരിഭാഗവും അച്ഛൻ റോളുകൾ തന്നെ. ടൈപ്പ് കാസ്റ്റിങ്ങിന്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് ഇദ്ദേഹം. നാടക മേഖലയിൽ നിന്ന് കടന്നു വന്ന ഒരു നടനാണ് ഇദ്ദേഹം. ഒരു നെപ്പോ കിഡ് അല്ലാത്തതിനാൽ കിട്ടുന്ന റോൾ അത് പരമാവധി ഗംഭീരമാക്കുക എന്നല്ലാതെ അദ്ദേഹത്തിന്റെ മുന്നിൽ റോളുകളൊന്നും സെലക്ട് ചെയ്യാൻ വേറെ വഴിയില്ലല്ലോ. ഇതുവരെ ചെയ്തു വെച്ചിട്ടുള്ള എല്ലാ റോളുകളും അദ്ദേഹം അതിമനോഹരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സ്ഥിരം ടൈപ്പ് കാസ്റ്റിംഗ് റോളുകളിൽ നിന്നൊക്കെ രക്ഷിക്കാൻ പറ്റുന്നത് ഇവിടുത്തെ സംവിധായകന്മാർക്കും നിർമ്മാതാക്കൾക്കും ഒക്കെ തന്നെയാണ്. ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തിനെ പറ്റിയിട്ടുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യൂ.